നമസ്കാരം. കരിങ്കുന്നം സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം എന്നെ ഒരു ചേട്ടൻ വിളിച്ചു. 150 AHൻ്റെ ഒരു ബാറ്ററിയും ഒരു ഇൻവേർട്ടറും കൂടെ പുതിയതാണ് പുള്ളി വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനവിടെ ചെന്നിട്ട് അദ്ദേഹത്തിന് ഒരു സോളാർ പാനൽ, ഒരു 500-600 വാട്ടിൻ്റെ ഒരു സോളാർ പാനലും ഒരു MPPT ചാർജ് കൺട്രോളോടെ വെച്ചിട്ട് ഇതിനെ ഫുള്ളി ഓട്ടോമാറ്റിക് ഒരു സോളാർ സിസ്റ്റം ആക്കി കൊടുക്കണമെന്ന് പറഞ്ഞാണ് എന്നെ വിളിക്കുന്നത്. അപ്പം ഞാൻ പുള്ളിക്കാരനെ ചോദിച്ചു, എൻ്റെ ഒരു അടുത്ത പ്രദേശത്തുള്ള ഒരാൾ തന്നെയാണ്, ഞാനത് വർക്ക് നോക്കാമെന്ന് കരുതി ഞാൻ അദ്ദേഹത്തിന് ഞാൻ ചോദിച്ചു, നിങ്ങൾ വാങ്ങിച്ചിരിക്കുന്ന ഇൻവേർട്ടർ സോളാർ വെക്കാവുന്ന ഇൻവേർട്ടറാണോ, സോളാർ ഇൻവേർട്ടർ ആണോ എന്ന് ഞാൻ ചോദിച്ചു. അന്നേരം പുള്ളി എന്നോട് പറഞ്ഞു, അത് ഒരു ഫേമസ് ആയിട്ടുള്ളൊരു കടയെന്നാണ് ഞാൻ വാങ്ങിച്ചത്. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞത് ഈ ഏത് ഇൻവേർട്ടർ വാങ്ങിക്കുന്നു എന്നുള്ളതിനകത്ത് ഒരു കാര്യമില്ല, നമ്മൾ ഒരു MPPT ചാർജ് കൺട്രോളർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനകത്താണ് അതിന് മുഴുവൻ കൺട്രോളും വരുന്നത്. അപ്പം നമുക്ക് ഈ MPPT വഴി നമുക്ക് ഏത് ഇൻവേർട്ടറിനെയും സോളാർ ആക്കാം എന്നാണ് കടക്കാരൻ പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ ഏത് കടയാണെന്നൊക്കെ ചോദിച്ചു. പുള്ളി എൻ്റെ കടയുടെ കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഞാൻ പറഞ്ഞു. ഞാനിപ്പോൾ ഈ വീഡിയോ കൂടെ അങ്ങനെ ഒരു കടക്കാരനെ മോശമാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് പറയുന്നില്ല. അപ്പോൾ ഫേമസ് ആയിട്ടുള്ളൊരു കടക്കാരനാണ്. അപ്പം ഇതിനകത്തുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഫേമസ് ആയിട്ടുള്ള കടക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹം പറഞ്ഞു ഒരുപാട് സോളാർ പാനലുകളൊക്കെ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്, ഇൻവേർട്ടറുകളുണ്ട്, അതുണ്ട്, ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ട്, വണ്ടിയുണ്ട്, ഒത്തിരി പണിക്കാരൊക്കെ ഉള്ള വലിയൊരു സ്ഥാപനമാണത്. പക്ഷേ എത്ര വലിയൊരു സ്ഥാപനമാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പലപ്പോഴും പല ആൾക്കാരും സംഭവിക്കുന്നത്, ഒരു ചായക്കട നടത്തിക്കൊണ്ടിരുന്ന ആളായിരിക്കും ചിലപ്പോൾ. ഇപ്പോൾ ചായക്കട ശാലം നഷ്ടമായി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് സോളാർ കൊള്ളാം അല്ലെങ്കിൽ ഇൻവേർട്ടർ കൊള്ളാം, അങ്ങനെ ഒരു ബിസിനസ് അതിനകത്തേക്ക് പെട്ടെന്ന് ചാടും. പിന്നെ ഇവർക്ക് ഇതിനെപ്പറ്റി യാതൊരു ഐഡിയയും ഇല്ല. ഇവർ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ കണക്ക് ചെല്ലുന്ന ആൾക്കാർക്കെല്ലാം തോന്നുന്ന സാധനങ്ങൾ ഫിറ്റ് ചെയ്യാൻ പിടിപ്പിച്ച് കൊടുക്കാമെന്നും പറഞ്ഞ് കൊടുത്തുവിടുന്നത്. പിന്നീട് പ്രശ്നമായി കഴിയുമ്പോഴത്തേക്കും പിന്നെ അവർ അങ്ങോട്ട് മറിയും ഇങ്ങോട്ട് മറിയും, പിന്നെ മാറ്റി കൊടുക്കാമെന്ന് പറയും. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളാണ്. അപ്പം ഞാനിത് നിങ്ങളോട് ഇങ്ങനെ പറയാൻ കാരണം, ഇത് ഒരാളുടെ കേസല്ല, എന്നെ നിരവധി ആൾക്കാർ ഈ സെയിം കേസിനകത്ത് എന്നെ വിളിക്കാറുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിനകത്തൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി കൃത്യമായിട്ട് ഞാനത് ഒരു വീഡിയോ ഞാൻ അതിനുവേണ്ടി തന്നെ ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിച്ചത്. പിന്നെ അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഞാൻ കാര്യം പറഞ്ഞുതരാം. ഒരു MPPT ചാർജ് കൺട്രോളർ നിങ്ങൾ വാങ്ങിച്ച് വെച്ചു എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ ആ സിസ്റ്റം ഫുള്ളി ഓട്ടോമാറ്റിക് സോളാർ ഇൻവേർട്ടർ ആക്കാൻ ഒരിക്കലും സാധിക്കില്ല. അത് ഏത് കമ്പനിയുടെ MPPT മേടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് അത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളൊരു ഇൻവേർട്ടർ യൂണിറ്റ് വാങ്ങിച്ച് വെച്ചിരിക്കുന്നതിനകത്ത് അതിൻ്റെ ചാർജിങ് കറണ്ടിൽ നിന്ന് KCB എന്ന് ചാർജ് ചെയ്യാനുള്ള സംവിധാനം ഉറപ്പായിട്ടും അതിലുണ്ടാവും, ഇല്ലാതെ അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് സോളാർ ഇൻവേർട്ടർ ആണെങ്കിൽ അത് ഓഫ് ചെയ്യാനുള്ള സംവിധാനം കാണും. വേറെ കുറേ സ്വിച്ചുകൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്, 3 സ്വിച്ച് വെച്ചിട്ടുള്ള ശരിക്കും പക്ക നിങ്ങൾക്ക് സോളാർ ഇൻവേർട്ടറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. 100% ആ സ്വിച്ച് വെച്ച കേസ് നല്ല വിജയമാണ്. അത് ഒരു കംപ്ലൈൻറ്റും ഇല്ലാതെ 100 കണക്കിന് ആൾക്കാരുടെ വീടുകളിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു രീതിയിലുള്ള ഒരു സിസ്റ്റം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും പ്രശ്നം വരത്തില്ല. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ വീഡിയോ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ ചെയ്ത 1-2 വീഡിയോകളിൽ ഞാൻ എൻ്റെ ഡീറ്റെയിലുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്ത് പറഞ്ഞതാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറയുന്നില്ല. എങ്കിലും ആ 3 സ്വിച്ച് വെച്ച ആ സിസ്റ്റമാണ് ഏറ്റവും പെർഫെക്റ്റായിട്ട് നമ്മുടെ കേരളത്തിൽ, ഇപ്പോൾ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ പല പല സിസ്റ്റങ്ങളും കാണും. നമ്മുടെ കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥയിൽ നമുക്കിവിടെ ഉപയോഗിക്കാനായിട്ട് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു സംവിധാനമാണ് ആ സിസ്റ്റം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പഴയ വീഡിയോകൾ ഞാൻ പരിചയപ്പെടുത്തിയത്. പക്ഷേ ഈ വീഡിയോ കണ്ടയാളാണ് വീണ്ടും പോയിട്ട് ഇതേപോലെയുള്ള അബദ്ധത്തിൽ ചെന്ന് ചാടിയെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യം. എന്നെ വിളിക്കുന്ന പല ആൾക്കാരും, എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പല സബ്സ്ക്രൈബേഴ്സും ഇതേപോലെയുള്ള ഇൻവെർട്ടറുകൾ പോയി മേടിച്ചിട്ട് MPPTയിലാണ് മുഴുവനും കാര്യം, MPPT വെച്ചാൽ എല്ലാമായി എന്ന് വിചാരിക്കുന്ന ആളുകൾ ഇഷ്ടംപോലെ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾ MPPT വെച്ചതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഫുള്ളി ഓട്ടോമാറ്റിക് സോളാർ ഇൻവെർട്ടർ ആക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. സോളാർ ഇൻവെർട്ടർ ഞാൻ പലരും പറയും സോളാർ PCU അല്ല നമ്മൾ കൊടുക്കുന്നത്, സോളാർ PCU അല്ല നമ്മൾ കൊടുക്കുന്നത്, സോളാർ ഇൻവെർട്ടറാണ്. അതുകൊണ്ടാണ് ഞാൻ സോളാർ ഇൻവെർട്ടർ എന്ന് പറയുന്നത്. PCUവിൻ്റെ കാര്യം, PCUവും ഇൻവെർട്ടറും തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി കമൻറ്റുമായിട്ട് ഇനി ഇടയ്ക്കേക്ക് കയറണ്ട എന്ന് കരുതിയാണ് ഞാൻ ആ ഒരു കാര്യം നിങ്ങൾക്ക് ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തന്നോട്ടോ. പിന്നെ നിങ്ങളൊരു MPPT വെച്ച് ഒരു സാധാരണ ഇൻവെർട്ടറിനെ സോളാറാക്കാൻ ശ്രമിച്ചാൽ സംഭവിക്കുന്നത് എന്താണെന്ന് കൂടി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ MPPT വെച്ച് കഴിയുമ്പോൾ സാധാരണ MPPTകളിൽ ഒരു ചെറിയൊരു സിസ്റ്റം ഉണ്ട്, അതായത് നമ്മുടെ KCB ലൈൻ കട്ടാക്കാൻ വേണ്ടി. അപ്പോൾ ആളുകളുടെ ഒരു ധാരണ ആ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും, സോളാറാക്കാൻ പറ്റും എന്നാണ് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ധർമ്മം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെ ഇൻവെർട്ടർ, സാധാരണ ഇൻവെർട്ടർ ആണെങ്കിലും ആ ഇൻവെർട്ടറിലേക്ക് വരുന്ന ഇൻപുട്ട് KCB ലൈനെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തുനിന്ന് സ്വിച്ചിങ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള വോൾട്ടേജ്, അതായത് ബാറ്ററിയിലെ വോൾട്ടേജ് ഹൈ ആയി കഴിയുമ്പം, നിറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം വന്നു കഴിയുമ്പം നമുക്ക് വേണമെങ്കിൽ ആ MPPTയിൽ നിന്നും നമുക്ക് ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ KCB ലൈൻ കട്ട് ചെയ്ത് കളയാം. അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ എന്താ സംഭവിക്കുക, നമ്മുടെ ഇൻവെർട്ടറിൽ ഓടാൻ തുടങ്ങും. ഇൻവെർട്ടറിൽ ഓടാൻ തുടങ്ങിയാൽ ഇൻവെർട്ടറിലെ ചാർജ് പൂർണ്ണമായിട്ടും, അല്ലെങ്കിൽ നമുക്ക് അതിനെത്രയാണോ നമ്മൾ ആ MPPT സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു സെറ്റിൽ വന്നു കഴിയുമ്പോഴത്തേക്കും തിരിച്ച് KCBയിലേക്ക് ആ ലൈൻ MPPT കൊടുക്കും. MPPT തിരിച്ച് KCB ലൈനിലോട്ട് കൊടുത്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, KCB ലൈൻ നമ്മുടെ ഇൻവെർട്ടറിന് ഇൻപുട്ട് കിട്ടും. ഇൻവെർട്ടറിന് KCB ലൈൻ ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ ഇൻവെർട്ടർ എന്ത് ചെയ്യും, ചാർജിങ് തുടങ്ങും. കാരണം ബാറ്ററി ലോ ആണല്ലോ, അപ്പോൾ തന്നെ ബാറ്ററി ചാർജിങ് തുടങ്ങുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകും.
ആ ചാർജിങ് സംവിധാനം ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എങ്കിലും അതിനകത്തില്ലെന്നുണ്ടെന്ന് ഒരിക്കലും നമുക്ക് ഒരിക്കലും സാധാരണ രീതിയിൽ ഒരു കാരണവശാലും നമുക്കിത് ലാഭമായിട്ട് ഈ സോളാർ സിസ്റ്റം കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റത്തില്ലാതെ വരും. കാരണം ചാർജിങ് ഈ KCB ലൈനിൽ നിന്ന് ഇടയ്ക്ക് നടക്കാനുള്ള ചാൻസ് നന്നായിട്ട് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ പറയാൻ വേറൊരു കാര്യങ്ങളുണ്ട്. വേറൊരു വീട്ടിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടും കറണ്ട് ചാർജ്, അവർക്ക് സോളാർ ഒരു പാനൽ വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ച് ആരാണ് വെച്ചെന്ന് ചോദിച്ചു. പറഞ്ഞു എവിടെ ഒരു ആഡ് കണ്ടതാണ് ഇവർ ഈ വാട്സപ്പിനകത്തും കണ്ട്. അപ്പോൾ ആഡ് കണ്ടു, അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ കൊണ്ടുവന്നത് നല്ലൊരു പൈസയൊക്കെ ആയി എല്ലാം കൊണ്ട് ഫിറ്റ് ചെയ്തു. ഒരു പാനലാണ് വെച്ചിരിക്കുന്നത്, ഒരു 600 വാട്ടിൻ്റെ ഒരു പാനലൊക്കെ വെച്ചിട്ട് ഇത് കൊണ്ട് ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് പോയി. പിന്നീട് ഇത് കറണ്ട് ചാർജ് ഒട്ടും കുറയുന്നില്ല, ഒരു ശാലം കറണ്ട് ചാർജ് കൂടുതലാണെന്ന് അവർ പറഞ്ഞു. അതായത് അവർക്ക് വന്നുകൊണ്ടിരുന്ന കറണ്ട് ചാർജിനെ കഴിഞ്ഞും 10, 50, 100 രൂപ കൂടുതലാണ് വരുന്നത്. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ അങ്ങനെ സെറ്റിങ്സ് മാറ്റണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അത് ഇതൊക്കെ കുറച്ച് പറഞ്ഞു. പിന്നീട് വീണ്ടും ഇവരൊന്ന് വന്നൊന്ന് ചെയ്തു തരാൻ പറഞ്ഞപ്പോൾ ഇവർ പിന്നെ കോൾ എടുക്കുന്നില്ലെന്നായി. അപ്പോൾ അതാണ് പ്രശ്നം. നിങ്ങൾ എവിടെയെങ്കിലും കണ്ട് ആരെക്കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കും, പക്ഷേ പിന്നീട് ഇത് മുന്നോട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിയുമ്പോൾ, ഇപ്പം കംപ്ലയിൻറ്റ് വന്നാൽ അപ്പം തന്നെ ഓടി വന്ന് ചെയ്യണമെന്നല്ല പറയുന്നത്, ഒരാഴ്ചയ്ക്കുള്ളിൽ എങ്കിലും അവരൊന്ന് ജസ്റ്റ് വന്നതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഒരു സംവിധാനം കാണിക്കുന്നത്. 1 മാസം 2 മാസമായിട്ടും അവർ ഫോൺ കോൾ പോലും എടുക്കുന്നില്ലാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കും. അപ്പോൾ ഞാൻ ആ വീട്ടിൽ ചെന്നു, അവരുടെ ഈ കംപ്ലയിൻറ്റ് നോക്കാനായിട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കേണ്ടി പറ്റുന്നത് അവർ വെച്ചിരിക്കുന്ന ഒരു കമ്പനിയുടെ ഒരു ഇൻവെർട്ടറാണ്. അതിനകത്ത് നമുക്ക് റിസർവ് മാറ്റാനോ അങ്ങനെയുള്ള ഒരു സംവിധാനം ചെയ്യാനായിട്ട് പറ്റത്തില്ലാത്ത ഇൻബിൽറ്റ് ആയിട്ട് പ്രോഗ്രാംഡ് ആയിട്ടുള്ള ചൈനീസ് ബോർഡ് വെച്ചിട്ടുള്ള ഒരു ഇൻവെർട്ടർ യൂണിറ്റാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള യൂണിറ്റ് വെച്ചുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിത് പരിശോധിച്ചപ്പോൾ ഇവരുടെ ഈ ഇൻവെർട്ടറിനകത്തേക്ക് നമ്മൾ പകൽ സമയത്ത് ഇവർക്ക് വളരെ ഉപയോഗം കുറഞ്ഞൊരു വീട്ടുകാരാണ് ഇവർ. പകൽ ഉപയോഗിക്കുന്നേ ഇല്ല, വൈകുന്നേരം ആണ് ഇവർ കൂടുതലും യൂസ് ഉള്ളത്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു 4 മണി 5 മണി ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് സൂര്യപ്രകാശം പോകും. പിന്നെ കൂടി പോയി കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ, ഒരു 8 മണി വരെയൊക്കെ ഇത് സോളാറിൽ ഓടും. അതിനുശേഷം നേരെ ഇത് KCBയിലേക്ക് ചേഞ്ച് ആയി കിടക്കുക ചെയ്യുന്നത്. അപ്പോൾ KCBയിലോട്ട് ചേഞ്ച് ഓവർ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും KCB എന്ന് ഈ സാധനം ചാർജ് ചെയ്യാനായിട്ട് ഇറങ്ങും. അതായത് സാധാരണ ഇൻവെർട്ടർ വെച്ചിട്ട് ആണ് അവർ ഈ സാധനം സോളാർ സിസ്റ്റം ആക്കി കൊടുത്തിരിക്കുന്നത്. അപ്പം ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് തിരിച്ച് KCBയിലേക്ക് ലൈൻ അടിക്കും. അപ്പം KCBയിൽ നിന്നും ഈ സാധനം ചാർജ് ചെയ്യാനായിട്ട് ഇറങ്ങും. രാത്രി ഫുള്ള് ബാറ്ററി KCBയിൽ നിന്നും ചാർജ് ചെയ്ത് നേരം വെളുക്കുമ്പോഴത്തേക്കും ഈ ബാറ്ററി ഫുള്ള് നിറഞ്ഞിരിക്കും. അപ്പോൾ നേരം വെളുത്ത് സൂര്യൻ ഉദിച്ച് നല്ല രീതിയിലേക്ക് ചാർജ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ബാറ്ററി നല്ല രീതിയിൽ അപ്പാവുന്നത് കാണുമ്പോൾ എന്ത് ചെയ്യും, ഈ MPPT നേരെ KCBനെ കട്ട് ചെയ്തിട്ട് ബാറ്ററിയിൽ നിന്ന് വർക്ക് ചെയ്യിപ്പിക്കാൻ തുടങ്ങും. വീണ്ടും ബാറ്ററിയിൽ പകൽ മുഴുവനും ബാറ്ററിയിൽ വർക്ക് ചെയ്യും. വൈകുന്നേരം ഒരു 6 മണി 7 മണി വരെയും ബാറ്ററി വർക്ക് ചെയ്യും. അതിനുശേഷം നേരെ തിരിച്ച് KCBയിലോട്ട് മാറും. വീണ്ടും KCBന്ന് ചാർജ് ചെയ്യും. വീണ്ടും നേരം വെളുക്കുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അതായത് ഈ പകൽ സമയം മുഴുവനും ഇത് ബാറ്ററിയിൽ ഓടുകയും സപ്പോർട്ട് ചെയ്തതെന്നാണ് ഓടുന്നത്, MPPT കൊണ്ട് സപ്പോർട്ട് ചെയ്തതാണ്. ഒരുപാട് കണ്ടമാനം ബാറ്ററി ചാർജ് ആയതുകൊണ്ട് താഴോട്ട് പോകുന്നില്ല. അതുകൊണ്ടാണ് വൈകുന്നേരം ഒരു 10 മണി 8 മണി ഒക്കെ ആ ഒരു ടൈം വരെയൊക്കെ ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ റിസർവ് വെച്ചിരിക്കുന്നതിന് ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറ്റാൻ പറ്റത്തില്ല, കാരണം ഇത് കമ്പനി അത് ഫിക്സഡ് ആണ് ആ പ്രോഗ്രാം. അപ്പോൾ അവിടെ ഈ 10 മണിയാകുമ്പോഴത്തേക്ക് തിരിച്ചിത് KCBയിലേക്ക് മാറുന്നു, KCBയിൽ നിന്ന് ചാർജ് ചെയ്യുന്നു. ഇത് തന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായില്ല, അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ടും കൂടുതൽ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തന്നെ. ഒത്തിരി ടൈം പോയാലും വേണ്ടില്ല, നിങ്ങളിതൊന്ന് മനസ്സിലാക്കിയിരിക്കണം. കാരണം ഇനിയും ഇങ്ങനത്തെ അവസ്ഥ നിങ്ങൾ പോയി ഇനി കാണിക്കരുത്. അതുകൊണ്ടാണ് ഇതൊന്ന് പഠിക്കണം നിങ്ങൾ ശരിക്കും ഇതിനെപ്പറ്റി. ഇതിപ്പോഴും ആളുകൾക്ക് അറിയത്തില്ല എന്താണ് സോളാർ ഇൻവെർട്ടറിൽ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് കറണ്ട് ചാർജ് കൂടുതൽ വരുന്നത്. ഇത് ആൾക്കാർക്ക് അറിയത്തില്ലാതെ പോയിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ അബദ്ധങ്ങൾ കാണിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥിരമായിട്ടുള്ള ഒരാളാണ് പിന്നെ സാരമില്ല. ഇതങ്ങനെയല്ല, ഇത് ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. എല്ലാം പക്ക വർക്ക് എന്ന് പറഞ്ഞാണ് ഇവർ പിടിപ്പിച്ച് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷമാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോൾ കറണ്ട് ചാർജ് ഇങ്ങനെ ബാറ്ററിയിൽ നിന്ന് ഫുള്ള് ഡിസ്ചാർജ് അടിക്കും, അതിനുശേഷം വീണ്ടും കറണ്ടേ ബാറ്ററി ചാർജ് ചെയ്യും. ഇതാണ് നടക്കുന്നത്. പകൽ സമയം മാത്രം സോളാറിൽ ഓടും. അപ്പോൾ ടോട്ടൽ നോക്കുമ്പോൾ ഒന്നെങ്കിൽ കറണ്ട് ചാർജ് കുറയാതെ അങ്ങനെ തന്നെ നിൽക്കും, ഇല്ലെങ്കിൽ കറണ്ട് ചാർജ് കുറച്ച് അല്പം കൂടി വരും ഇതിനകത്ത്. മാത്രമല്ല ഈ ബാറ്ററിയുടെ ആയുസ് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കും. എല്ലാ ദിവസവും ബാറ്ററി പകൽ മുഴുവനും ബാറ്ററി ഓടും. അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ ബാറ്ററി വീണ്ടും ചാർജ് ചെയ്യും. ഈ ബാറ്ററി ചുമ്മാ ഇങ്ങനെ ആയുസ് തീർന്നുകൊണ്ടിരിക്കുകയാണ് താനും, സൈക്കിൾ കടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് താനും. എന്നാലൊട്ട് ഇവർക്ക് കറണ്ട് ചാർജിനകത്ത് കുറവോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നുമില്ല. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ MPPTയിലല്ല ഇതിൻ്റെ കളികൾ പൂർണ്ണമായിട്ടും. നിങ്ങളുടെ ഇൻവെർട്ടറിനകത്തും കൂടി അതിനുള്ള സംവിധാനങ്ങളുള്ള ഇൻവെർട്ടർ അല്ല എന്ന് വരികിൽ നമുക്ക് MPPT മാത്രം മേടിച്ചാൽ, വ്യക്തമായിട്ട് ഞാൻ പറയാം, MPPT മാത്രം മേടിച്ചുകൊണ്ട് നിങ്ങളൊരു സാധാരണ ഇൻവെർട്ടർ നിങ്ങൾ സോളാറിലേക്ക് ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ട് വരുമെന്ന് നിങ്ങൾ കരുതിയാൽ ഒരു കാരണവശാലും അങ്ങനെ സംഭവിക്കില്ല. അത് വെറുതെയാണ്. ഏത് കടക്കാരൻ പറഞ്ഞാലും, ഞാൻ പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചായക്കട നടത്തിക്കൊണ്ടിരുന്ന ആൾ വന്ന് ഇൻവെർട്ടർ കട നടത്തിയാൽ ഉണ്ടാകാവുന്ന ഒരു സംഭവമാണ് ഇത്. അവർ വലിയൊരു സെറ്റപ്പെല്ലാം കാണുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു പ്രശ്നമില്ല, ഇവർ നല്ല അറിയാവുന്ന ആൾക്കാരാണ് നിങ്ങൾ ചിലപ്പം വിചാരിക്കും. പക്ഷേ ഇതാണ് അതിനകത്ത് സംഭവിക്കുന്നത്. വേറൊരു കാര്യം ഞാൻ പറയാം. ഈ കഴിഞ്ഞ ആഴ്ചയിൽ എന്നെ തൃശ്ശൂരിൽ നിന്ന് ഒരു ചേട്ടൻ വിളിച്ചതാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, വളരെ രസകരമായിട്ടുള്ള സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 100 AHൻ്റെ ഒരു ബാറ്ററി ഉണ്ട്, 12 വോൾട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻവെർട്ടർ വെച്ചിട്ടൊരു സിസ്റ്റം ഉണ്ട്.
പുള്ളി അതിനെ 24 വോൾട്ടിലാക്കി സോളാർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളിയുടെ പ്ലാൻ ഭാവിയിലേക്ക്. ഇപ്പോൾ 24 വോൾട്ടാക്കി പുള്ളിക്ക് കുറച്ചുകൂടി ലോഡൊക്കെ എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ കടയിൽ പുള്ളി ചെന്ന് ഇതിനെപ്പറ്റി ചോദിച്ചു. അപ്പം പുള്ളിക്ക് 100 AH ഒരു ബാറ്ററിൻ്റെ കമ്പനിയാണ്, C10 ആണ് ബാറ്ററി എന്നൊക്കെ പറഞ്ഞു പുള്ളി. അതിനോടുകൂടി പുള്ളിക്ക് മാക്സിമം ആംബിയർ കിട്ടാൻ വേണ്ടി ഒരു 200 AH ബാറ്ററിയും കൂടെ സീരിയലായിട്ട് കണക്ഷൻ കൊടുത്ത് 24-ൽ പ്രശ്നമുണ്ടോ എന്ന് പുള്ളി ചോദിച്ചപ്പോൾ ആ കടക്കാരൻ പറഞ്ഞു ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ 100 കണക്കിന് ആളുകൾക്ക് ഈ 100-ഉം 200-ഉം തമ്മിൽ സീരിയലായിട്ട് കണക്ഷൻ അടിച്ച് ഞങ്ങൾ ഇഷ്ടംപോലെ വിറ്റിട്ടുണ്ടെന്നാണ് ആ കടക്കാരൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പുള്ളിക്ക് വീണ്ടും ഈ സാധാരണ മനുഷ്യനാണെങ്കിലും ഈ പുള്ളി എൻ്റെ വീഡിയോ ഇടയ്ക്ക് കാണാറില്ല. പുള്ളിക്ക് പിന്നെ ഒരു ചെറിയ സംശയം തോന്നി. കാരണം പുള്ളി എന്നെ വിളിച്ചു, ഇങ്ങനെ ഈ 100-ഉം 200-ഉം തമ്മിൽ നമ്മൾ സീരിയൽ കണക്ഷൻ അടിക്കുന്നതുകൊണ്ട് ഗുണമായിരിക്കും, നമുക്ക് സോളാർ ഭാവി ചെയ്യാനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് യാതൊരു ബോധവും പൊക്കണവും ഇല്ലാത്ത പല കടക്കാരും ഇതിനകത്തുണ്ടെന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊള്ളണം. എവിടെയെങ്കിലും കുറേ കൂടുതൽ ബാറ്ററിയും കുറേ കൂടുതൽ സോളാർ പാനലും ഇരിക്കുന്നത് കണ്ടാൽ അതെല്ലാം വ്യക്തമായിട്ടും കൃത്യമായിട്ടും ഇതിനെപ്പറ്റി അറിയാവുന്ന ആളുകളാണെന്ന് കരുതരുത്. നിങ്ങൾ ഇതിനെപ്പറ്റി പഠിക്കണം, മനസ്സിലാക്കണം. അതിനുശേഷം മേടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വലിയ അബദ്ധം പറ്റും. പിന്നെ ഭാവിയിലേക്ക് അല്ലെങ്കിൽ പിന്നീട് നമ്മൾ കറണ്ട് ചാർജ് കൂടുതൽ വരുന്നു, അതാണ് ഇതാണെന്ന് പറഞ്ഞ് ആരുടെ പുറകെ നടന്നിട്ടും കാര്യമില്ല. കാരണം ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കുന്നത് അവരുടെ കയ്യിൽ നിന്നാണ് നമുക്ക് മെയിൻ സപ്പോർട്ട് കിട്ടേണ്ടത്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടും കൃത്യമായിട്ട് ഇതിനെപ്പറ്റി അറിയാവുന്ന ആളാണെന്ന് നിങ്ങൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ചെയ്തുള്ള പരിചയം വെച്ചോ അതും അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചോ ഒക്കെ ആയിട്ട് അവരെപ്പറ്റി ഒരു കൺഫേം മനസ്സിലാക്കിയതിന് ശേഷം അല്ലെങ്കിൽ അവരുമായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ കുറച്ച് കൂടുതൽ സമയം നിങ്ങൾ ഒന്ന് ജസ്റ്റ് സംസാരിക്കുമ്പോൾ തന്നെ അവർക്ക് എത്രമാത്രം അറിവുണ്ട് ഈ വിഷയത്തെപ്പറ്റി എന്നുള്ളത് നിങ്ങൾക്കറിയാം. കുറച്ച് കാര്യങ്ങൾ അവരുമായിട്ട് സംസാരിച്ച് അവർക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് കൃത്യമായിട്ട് ഇതെല്ലാം ചെയ്യാനൊക്കെ അറിയാവുന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ മേടിക്കണം. MPPT മാത്രം മേടിച്ചാൽ ഒരു കാരണവശാലും ഫുള്ളി ഓട്ടോമാറ്റിക് സോളാർ ആക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം തീർച്ചയായും എന്നോടുകൂടി അങ്ങ് പറയണം. പിന്നെ ഇൻബിൽറ്റ് ബോർഡുകൾ ചൈനീസ് വെച്ച് വരുന്ന ഒരെണ്ണത്തേലും പക്കാ സോളാറിൻ്റെ വർക്കിംഗ് നടക്കില്ല എന്നുള്ളതും പറഞ്ഞേക്കാം. കാരണം എൻ്റെ ഇടയ്ക്ക് നിന്ന് വാങ്ങിക്കാതെ കൊണ്ട് ഒരു ചേട്ടൻ ഈ കഴിഞ്ഞ ദിവസം പോയിട്ട് ഒരു കമ്പനിയുടെ ഒരു ഇൻവെർട്ടർ ചൈനീസ് ബോർഡ് വെച്ചാണ് അത് വാങ്ങിച്ചപ്പോൾ അതിനകത്ത് റിസർവ് വെക്കാനൊന്നുമില്ല, അതിനകത്ത് ഇൻബിൽറ്റ് പ്രോഗ്രാമാണ്. അപ്പം അദ്ദേഹത്തിന് കറണ്ട് പോയാൽ മാത്രം, അതായത് 600 വാട്ടിൻ്റെ ഒരു പാലാണ് വെച്ചിരിക്കുന്നത്, എന്നിട്ട് കറണ്ട് പോയാൽ മാത്രമാണ് സോളാറിൽ നിന്നുള്ള ഓപ്ഷൻ വർക്കാവുന്നത്. അതാണ് അതിനകത്തെ പ്രോഗ്രാം. അപ്പോൾ അവർ കമ്പനീനെ വിളിച്ച് പുള്ളി 10,000 രൂപ കൊടുത്ത് പുള്ളി വാങ്ങിച്ചൊരു സിസ്റ്റമാണ്. കമ്പനിയെ വിളിച്ചപ്പോൾ കമ്പനി പറഞ്ഞ് ഇങ്ങനെയാണ്, അതിന് മാറ്റിത്തരാനൊന്നും പറ്റത്തില്ല, അത് ഇത്ര നാളായല്ലോ നമ്മൾ വിറ്റിട്ട്, മാത്രമല്ല അതിനകത്ത് കമ്പനി വരുന്ന പ്രോഗ്രാമാണ്, അതൊരു കുഴപ്പമില്ല ചേട്ടാ, അതൊക്കെ നല്ല കൃത്യമായിട്ടും വർക്ക് ചെയ്തോളും, നല്ലപോലെ കറണ്ട് ചാർജും ചേട്ടനെ കുറഞ്ഞോളും, ചേട്ടൻ ഒന്നും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതിനകത്ത് സംഭവിക്കുന്ന ഇതാണ്, ഇത് കറണ്ട് പോയാൽ മാത്രമാണ് ഇതിൽ നിന്നുള്ള ഔട്ട്പുട്ട് വരുന്നത്, ബാക്കിയുള്ള സമയത്ത് മുഴുവനും KSEB എന്ന് ചാർജ് എടുക്കുന്നില്ല ഈ സാധനം, പക്ഷേ കറണ്ട് പോയാൽ മാത്രം ഉപയോഗിക്കുന്നത്. പക്ഷേ അന്നേരം നമ്മൾ ഇത് വെച്ചുകൊണ്ടുള്ള പ്രയോജനമില്ല. നമുക്ക് ഇത്രയും ഈ 600 വാട്ട് പാനൽ വെച്ചാൽ കറണ്ട് പോകുന്ന സമയത്ത് മാത്രം ഉപയോഗിക്കേണ്ടത് നമ്മൾ ഇത്രയും പാനൽ വെക്കേണ്ട കാര്യം, ഒരു 100 വാട്ട് പാനൽ 200 വാട്ട് പാനൽ വെച്ചാൽ മതിയല്ലോ. അപ്പം അങ്ങനെയുള്ള അബദ്ധങ്ങൾ വളരെ ഫേമസ് ആയിട്ടുള്ള കമ്പനിയുടെ സാധനമാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള കടയുമാണ്. പക്ഷേ ഇങ്ങനെയുള്ള അബദ്ധങ്ങളും ഇഷ്ടം പോലെ പറ്റുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതിനു വേണ്ടി തന്നെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇത് വേണ്ടി പറഞ്ഞുതരാൻ വേണ്ടി തന്നെ ചെയ്തു. ഇനിയും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കമൻറ്റ് ചെയ്യാം. വേണമെങ്കിൽ ഒരു വീഡിയോ കൂടി ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ കൃത്യമായിട്ട് കാണിച്ച് തന്നൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്വിച്ചിങ്ങും കാര്യങ്ങളും അത് ഉപയോഗിക്കുന്നതും വയറിങ് പോലുള്ള സംഭവങ്ങളൊക്കെ വെച്ച് കാണിച്ച് തരണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാനായിട്ട് ഞാൻ തയ്യാറായി. ഇപ്പോൾ സമയം കുറവായതാണ് ഞാൻ എൻ്റെ വയറിങ്ങും കാര്യങ്ങളെല്ലാം വെച്ച് കാണിച്ചു തരാം കേട്ടോ. സമയം കിട്ടുന്ന ഏതെങ്കിലും ഒരു നേരത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനതെല്ലാം വയറിംഗ് ആയിട്ടത് വെച്ച് ഒരു വീഡിയോ ആയിട്ട് ഞാനത് വെച്ച് കാണിച്ചു തരാം. ഞാനത് ചെയ്തേക്കുന്നതിലും വർക്ക് എന്നുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാനത് എടുത്ത് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. പിന്നെ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് സെയിലിന് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ്. അങ്ങനെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട. കാരണം ഞാനിത് സെയിൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ചെയ്യുന്നുണ്ട്, നമ്മളുടേതായിട്ടുള്ള കുറച്ച് ഏരിയയിൽ മാത്രമേ നമ്മളിത് വർക്ക് ചെയ്യാൻ കാര്യങ്ങളും ചെയ്യുന്നുള്ളൂ. അല്ലാതെ നമ്മൾ മറ്റുള്ള ഒരാളുകളുമായിട്ടോ കോമ്പറ്റീഷനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വർക്കുകൾ നമ്മൾ പിടിക്കുകയോ അങ്ങനെയുള്ള കോമ്പറ്റീഷൻ ഇടപാടോ ഒന്നും നമുക്കില്ല. മറ്റേ വേറെ ദൂര സ്ഥലത്താണ് നിങ്ങൾ എന്നെ കോൾ ചെയ്തിട്ട് യാതൊരു കാര്യവും നമ്മളൊന്നും ഫിറ്റ് ചെയ്ത് തരത്തില്ല. നിങ്ങളുടെ സ്ഥലത്ത് ഇതേപോലെയുള്ള ഇൻവെർട്ടറുകൾ ഇല്ലയെന്ന് പലരും പറയും, പക്ഷേ ഉണ്ട്. ഓൾ കേരളയിൽ എല്ലാ സ്ഥലത്തും പെർഫെക്റ്റ് ആയിട്ടും ഇതേപോലെയുള്ള നല്ല ഇൻവെർട്ടറുകൾ ചെയ്ത് കൊടുക്കുന്ന ആളുകളും അതുപോലെ കടകളും ഉണ്ട്. നിങ്ങൾ തപ്പിയാൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഞാൻ ഇന്ന ഒരു കട നിങ്ങൾ പറഞ്ഞു തരണം, ഇന്ന ആൾ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്താണ് എൻ്റെ വീട്, അവിടെയുള്ള ഒരു കട നിങ്ങൾ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് എന്നെ നിങ്ങൾ കോൾ ചെയ്താൽ ഞാനങ്ങനെ ഒരിക്കലും ഒരു കടകളുടെയും കാര്യം എനിക്കറിയാമെങ്കിൽ പോലും ഞാനങ്ങനെ പറഞ്ഞു കൊടുക്കില്ല. കാരണം ഒരാളുടേത് പറഞ്ഞു കൊടുത്താൽ മറ്റേ ആൾക്ക് നമ്മളോടതൊരു ബുദ്ധിമുട്ടാകും. കാരണം എൻ്റേത് പറയാതെ മറ്റേത് പറഞ്ഞല്ലോ എന്ന് വിചാരിക്കില്ലേ എന്നൊക്കെ പറഞ്ഞ നമുക്ക് അങ്ങനെ ഞാൻ പറയത്തില്ല. ഞാൻ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊരു വീഡിയോ എന്നുള്ള രീതിയിൽ യൂട്യൂബിൽ ചെയ്യുമ്പോൾ നമുക്ക് പൊതുവായ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. പക്ഷേ ഇന്ന കടയിൽ നിന്ന് നിങ്ങൾ മേടിക്കണം, ഇന്ന പ്രോഡക്റ്റ് നിങ്ങൾ മേടിക്കണം അങ്ങനെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരത്തില്ല. അങ്ങനെ പറയാനാണെങ്കിൽ എനിക്കിപ്പോൾ പ്രൊമോഷൻ വീഡിയോ ഒക്കെ ഇഷ്ടംപോലെ വലിയ കമ്പനിയുടെയൊക്കെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള വലിയ കമ്പനിയുടെ വരെ പ്രൊമോഷൻ വീഡിയോ കിട്ടിയിട്ട് ഞാൻ എടുത്തില്ല. കാരണം നല്ല പൈസ കിട്ടും, പക്ഷേ അവരുടെ ആ ഒരു പ്രോഡക്റ്റ് അത് നല്ലതാണെന്ന് നമ്മൾ പറഞ്ഞാൽ അതിനെപ്പറ്റി ചെക്ക് ചെയ്യാതെ അതിനെപ്പറ്റി മനസ്സിലാക്കാതെ വെറുതെ കണ്ണടച്ച് നമ്മൾ അത് നല്ലതാണ് നിങ്ങളോട് ഞാൻ പറയുന്നതിനകത്ത് യാതൊരു വിധ അർത്ഥമില്ലാന്ന് എനിക്കറിയാവുന്നതുകൊണ്ടും നിങ്ങളാണ് നമ്മളെ ഇത്രയും വളർത്തിക്കൊണ്ട് വന്നതും ഇത്രയും നമ്മുടെ ചാനൽ വളർച്ച ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങളെ പറ്റിച്ചിട്ട് നിങ്ങൾക്ക് ഫേക്ക് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു തന്നിട്ട് ഉള്ള ഒരു വരുമാനം എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ കമ്പനികളുമായിട്ട് പറയുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെയുള്ള ഒത്തിരി ആളുകളുടെ
പ്രൊമോഷൻ വീഡിയോകൾ എനിക്ക് വലിയ കമ്പനികളുടെയൊക്കെ നിങ്ങൾ കേട്ടാൽ നമ്മൾ ഞെട്ടുന്ന രീതിയിലുള്ള വലിയ കമ്പനികളുടെയൊക്കെ പ്രൊമോഷൻ വീഡിയോസ് എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഞാനതൊന്നും എടുത്തിട്ടുമില്ല, ഞാൻ ചെയ്തിട്ടില്ല. കാരണം അതെല്ലാം ഞാൻ തള്ളു ചെയ്ത്. കാരണം അവരുടെ ആ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണല്ലോ നമ്മൾ ചെക്ക് ചെയ്യാതെ കൊണ്ട് തന്നെ അത് നല്ലതാണെന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കണം. അതാണ് അതിൻ്റെ ബേസിക്. അപ്പോൾ അത് നമുക്ക് പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു അവരോട്. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, നമ്മളുടെ ഇതിനകത്ത് ഫോൺ നമ്പർ ഇട്ടിട്ടുണ്ട് ഈ ചാനലിൽ. അപ്പം ഞാൻ ഫോൺ നമ്പർ ഇടുന്നില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഫോൺ നമ്പർ വേണമെന്ന് പറഞ്ഞ് നിരന്തരമായിട്ട് നമ്മളോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഫോൺ നമ്പർ ചേർത്തത്. അപ്പോൾ ഈ ഫോൺ നമ്പർ ചേർത്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനകത്ത് വാട്സപ്പിനകത്ത് നിങ്ങൾ വോയിസ് മാത്രം ഇടുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോൺ നമ്പർ ഇട്ടിരിക്കുന്നത്, കോൾ ചെയ്യരുതെന്ന്. പക്ഷേ നിരന്തരമായിട്ട് ആൾക്കാർ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സൈലൻ്റാണ്, നമുക്കത് കോൾ എടുക്കുകയില്ല കിട്ടുകയില്ല ഒന്നുമില്ല. പക്ഷേ നിങ്ങളെന്നെ കോൾ ചെയ്തിട്ട് കാര്യമില്ല, നിരന്തരമായിട്ട് വിളിക്കുകയാണ്. അത് കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെന്നെ കോളിൽ നിരന്തരമായിട്ട് വിളിച്ചിട്ട് യാതൊരു കാര്യമില്ല, എടുക്കില്ല കോള്. നമ്മൾ സംസാരിക്കണമെന്ന് നമ്മൾ സംസാരിക്കാൻ പറ്റും. അത് നമ്മൾ വാട്സപ്പിൽ കൂടെ മെസ്സേജ് വിട്ടിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് കോൾ എടുക്കാം. എല്ലാ കോളും എടുക്കാൻ തുടങ്ങിയാൽ ഒരു ദിവസം നിങ്ങൾക്ക് അറിയാമല്ലോ 10, 50, 60 കോൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ദിവസം അതിന് വേണ്ടി മാത്രം സമയം ഉണ്ടാവുള്ളൂ. നമുക്ക് ഇതിൽ നിന്നൊരു വരുമാനം അതിൽ നിന്നൊന്നുമില്ല. നമ്മൾ ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് നമ്മൾ വാട്സപ്പിൽ കൂടെ ആണെങ്കിലും ഇതിന് മെസ്സേജിന് മറുപടിയൊക്കെ തരുന്നത്. പിന്നെ ചിലർ നമുക്ക് മെസ്സേജ് ഇട്ടിട്ട് അപ്പോൾ തന്നെ മറുപടി വേണം. അങ്ങനെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. ചില ആളുകൾ വാട്സപ്പിൽ മെസ്സേജ് ഇടുമ്പോൾ ഞാൻ അന്നേരം ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്താണ് ചിലപ്പോൾ അപ്പോൾ തന്നെ മറുപടി കിട്ടിയെന്ന് വരും. പക്ഷേ പിന്നീട് നിങ്ങൾ അടുത്ത മെസ്സേജ് ഇടുമ്പോൾ ചിലപ്പോൾ 2 ദിവസമോ 3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് മറുപടി തരുന്നത്. കാരണം എനിക്ക് സമയം അനുസരിച്ചും കൂടുതൽ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ താമസം വീണ്ടും വരും. പക്ഷേ എപ്പോഴെങ്കിലും ഞാൻ നോക്കിയിട്ട് നിങ്ങൾ ഇടുന്ന എല്ലാ മെസ്സേജിനും നമ്മൾ മറുപടി തരുന്നത്. അതുപോലെ നിങ്ങൾ കൂടുതലും കഴിയുന്നതും വോയിസ് ആയിട്ടുള്ള മെസ്സേജ് എനിക്ക് അയക്കാനായിട്ട് ശ്രമിക്കണം. കാരണം ഈ ടെസ്റ്റൊക്കെ എഴുതി വിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം മൊത്തം വായിച്ചെടുത്ത് അതിനുള്ള മറുപടി എല്ലാം വീണ്ടും നമ്മൾ ടെസ്റ്റ് അടിച്ച് വിടുക എന്ന് പറഞ്ഞാൽ നടപടിയുള്ള കേസല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ടെസ്റ്റ് വിടരുത്, നിങ്ങൾ വോയിസ് വിടുക. അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങൾ എഴുതി കാണിക്കേണ്ടതുണ്ടെങ്കിൽ മാത്രം ടെസ്റ്റ് വിടുക, അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് വിട്ടാൽ മതി. നമുക്ക് വോയിസ് ആയിട്ട് തന്നെ തിരിച്ച് മെസ്സേജ് വിടാൻ നമുക്ക് എളുപ്പത്തിൽ പരിപാടി തരും. കാരണം വല്ല ഹെഡ്ഫോണൊക്കെ വെച്ച് എനിക്ക് കേൾക്കാനും മറുപടി തരാനും ഒക്കെ പറ്റുമല്ലോ. കാരണം ഇതൊരു ഫ്രീ ആയിട്ട് ഞാൻ സർവീസ് ചെയ്യുമ്പോൾ നിങ്ങൾ നമ്മളുടെ ഒരു ബുദ്ധിമുട്ട് കുറച്ച് മനസ്സിലാക്കണം. നമ്മൾ എല്ലാവർക്കും മാക്സിമം മറുപടി കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് ഈ ലോകത്തുള്ള എല്ലാ ടെക്നിക്കലെ പറ്റിയും ടെക്നോളജിനെ പറ്റിയും ഒന്നും അറിയാവുന്ന ആളൊന്നും അല്ലല്ലോ. അപ്പം ഞാൻ ഇതിനകത്ത് നമ്പർ ഇട്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം, നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നു, അതിൻ്റെ നമ്പറിൽ നോക്കിയിട്ട് എന്നെ വിളിക്കുവാണെങ്കിൽ ആ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കകത്ത് എന്തെങ്കിലും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ അതാണ് അതിനകത്ത് നമ്മൾ ആ നമ്പറിൽ ഇട്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ചോദിക്കാനായിട്ടാണ്. അല്ലാതെ നിങ്ങൾ ലോകത്തുള്ള സകല സംഭവത്തിനെ പറ്റിയും അറിയാവുന്ന ഒരു വ്യക്തിയൊന്നുമല്ല ഞാൻ. അപ്പോൾ പലരും ചോദിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ രസം തോന്നും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏകദേശം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇൻവെർട്ടറുകൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഈ വീഡിയോ കണ്ടതിന് ശേഷം വീണ്ടും പോയിട്ട് സാധാരണ ഇൻവെർട്ടർ നിങ്ങൾ സാധാരണ ഇൻവെർട്ടർ മേടിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ സോളാർ ആക്കാൻ പറ്റത്തില്ല എന്നുള്ളത് മനസ്സിലായിക്കൊണ്ട് ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി മേടിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾ ഇൻവെർട്ടർ മേടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അബദ്ധം പറ്റാതിരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞാൻ ചെയ്തത്. അത് നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മളുടെ കൂടുതൽ ചാനലിനകത്ത് നമ്മൾ കൂടുതൽ വീഡിയോകൾ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ 2024 മുതൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. നിരവധി വീഡിയോ 70 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഇഷ്ടംപോലെ വീഡിയോ ഉണ്ട്. നമ്മുടെ ഈ ചാനലിനകത്ത് ഈ വീഡിയോ കാണുന്നവർ ഈ ചാനലിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ എന്നുള്ള ആ ഒരു സെക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഇഷ്ടംപോലെ വീഡിയോസ് കാണാം. സോളാറുമായിട്ട് ബന്ധപ്പെട്ടും ടെക്നോളജിപരമായിട്ടുള്ള ഇഷ്ടംപോലെ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ 1.5 വർഷത്തോളമായിട്ട്. അപ്പോൾ അതെല്ലാം ഈ 2026 സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ആ പഴയ വീഡിയോകൾ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് കാണുന്നത് നല്ലതായിരിക്കും. കാരണം ഒത്തിരി ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതേപോലെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള പുതിയ വീഡിയോസുകളായിരിക്കും നമ്മൾ ഈ 2026 ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള മറ്റൊരു പുതിയ വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.